രാജ്യത്തിന്റെ ഭരണകർത്താക്കളുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി ഏറ്റവും മികച്ച വാഹനങ്ങൾ തന്നെയാണ് എല്ലാ ലോകരാഷ്ട്രങ്ങളും ഉപയോഗിക്കുന്നത്. ഇവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെടാറുമുണ്ട്. ഏറ്റവും മികച്ച സുരക്ഷയ്ക്കായി സാധാരണ വാഹനങ്ങളിലേക്കാൾ അത്യാധുനിക വാഹനങ്ങളാണ് രാഷ്ട്രത്തലവന്മാർ ഉപയോഗിക്കാറുള്ളത്. സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ അത്യാധുനിക വാഹനങ്ങൾ രാഷ്ട്രത്തലവന്മാർ ഉപയോഗിക്കുന്നത്. ഇതിലെ ചില സുരക്ഷാ സംവിധാനങ്ങളും സവിശേഷതകളും പുറത്തുവിടാറുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറക്കുമതി ചെയ്ത വാഹനമാണ് തന്റെ ഔദ്യോഗിക കാറായി ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും ആർമേഡ് ലിമോസിനായ BMW 7 സീരീസ് ലീ ഹൈ സെക്യൂരിറ്റിയാണ് പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നത്. എന്നാൽ വാഹന ലോകത്ത് ഇന്നും നിഗൂഢമായി തുടരുന്ന വാഹനമാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഉപയോഗിക്കുന്ന കാർ. ഏതാ ആ കാറെന്ന് ഗൂഗിളിൽ തിരയാൻ വരട്ടെ. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയും ഇതുപോലൊരു കാർ കാണാൻ കഴിയില്ല. ചൈനീസ് പ്രസിഡന്റിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനമാണിത്. അജ്ഞാതമായ ഈ കാർ ഏതെന്നാണ് വാഹനപ്രേമികൾക്കിടയിൽ കൗതുകം നിറയ്ക്കാറുള്ളത്. എന്നാൽ ഈ വാഹനത്തെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ ഏതൊരു വെബ്സൈറ്റിൽ നിന്നും കിട്ടുകയില്ലെന്നതാണ് കൗതുകകരം. ചൈനയിലെ പ്രസിദ്ധ വാഹന നിർമ്മാതാക്കളായ ഹോങ്കിയാണ് ചൈനീസ് പ്രസിഡന്റിനായി ഈ വാഹനം പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതുവരെ പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഈ കാർ നിർമ്മാണഘട്ടത്തിലെ N501 എന്ന കോഡ് നാമത്തിൽ തന്നെയാണ് ഇപ്പോഴും വിളിക്കപ്പെടുന്നത്. ഹോങ്കി എന്ന ബ്രാൻഡിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കില്ല. പക്ഷേ ഇത് ചൈനയിലെ ഏറ്റവും പഴയ കാർ നിർമ്മാതാക്കളാണ് ഹോങ്കി. ചൈനയിലെ ഏറ്റവും പഴക്കം ചെന്ന വാഹന നിർമ്മാതാക്കളായ ഫസ്റ്റ് ഓട്ടോ വർക്സിന്റെ സബ്സിഡിയറായ ഹോങ്കി മാവോ സേതൂങ്ങിന്റെ കാലം മുതൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഉപയോഗിക്കുന്ന ആഡംബര ചൈനീസ് കാർ കമ്പനിയാണ്. 1958 ഹോങ്കി ആരംഭിക്കുന്നത്. ഹോങ്കി എന്നാൽ ചെങ്കൊടി എന്നാണ് അർത്ഥം. ചൈനയിൽ വിൽക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ആഡംബര സെഡാനായ L5 നിർമ്മാതാക്കളാണ് ഈ ഹോങ്കി. ഈ L5 അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് ഷീ ജിൻപിങ് ഉപയോഗിക്കുന്ന കറുത്ത കാർ എന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് പ്രസിഡന്റിനായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത കാറായതിനാൽ വാഹനത്തിന്റെ കൃത്യമായ സവിശേഷതകൾ പുറത്തു വന്നിട്ടില്ല. കാറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും സർക്കാർ വെളിപ്പെടുത്തിയിട്ടുമില്ല. കനത്ത വെടിവയ്പ്പിനെ നേരിടാനും ബോംബുകളിൽ നിന്നുള്ള നേരിട്ടുള്ള ആഘാതം ചെറുത്തു നിൽക്കാനും ഹോങ്കിയുടെ നിഗൂഢ കാറിന് സാധിക്കും. ഹോങ്കിയുടെ വെബ്സൈറ്റുകളിൽ പോലും ഈ വാഹനത്തെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. കാറിനെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം അതീവ രഹസ്യമെന്ന് ചുരുക്കം. സുരക്ഷാ കാരണങ്ങളാണ് ഈ ദുരൂഹതയ്ക്ക് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനീസ് നിയമങ്ങൾ അനുസരിച്ച് ഷീ ജിൻപിങ്ങിന് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ അനുവാദമില്ല. അതിനാൽ തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഈ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ വാഹനമായ കാഡിലാക് 1 കിടപിടിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളുണ്ട് ഹോങ്കി N501 എന്നാണ് റിപ്പോർട്ടുകൾ. N501 ഏകദേശം 5.5 മീറ്റർ നീളമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 402 bhp പവർ ഉൽപ്പാദിപ്പിക്കുന്ന ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന്റെ ഹൃദയമെന്നാണ് വിവരം. ഈ എഞ്ചിൻ 8 സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗതയിലെത്തുമെന്നും ഫുൾ ടാങ്ക് ഇന്ധനം കൊണ്ട് 800 കിലോമീറ്ററിലധികം സഞ്ചരിക്കുമെന്നും കൂടാതെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വാഹനത്തിന് മുൻവശത്തുള്ള വലിയ ക്രോം ഗ്രില്ല് ഒരു രാജകീയ ലുക്ക് തന്നെയാണ് നൽകുന്നത്. ചൈനയെപ്പറ്റിയുള്ള മറ്റ് കഥകളെന്ന പോലെ ഹോങ്കിയുടെ കറുത്ത കാറും ദുരൂഹത നിറഞ്ഞു തുടരുകയാണ്.